മൂസാ അലൈഹിസ്സലാം ജനതയോട് കൽപ്പിച്ചപ്പോൾ ഒരു പശുവിനെ അറക്കാൻ അവർ തിരിച്ച് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങളിലൊക്കെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രത്യേകിച്ച് പ്രകടമാകുന്നുണ്ട്, പ്രവാചകന്മാരോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്. മാത്രവുമല്ല, ഇത്തരം വർദ്ധിച്ച ചോദ്യങ്ങൾ കാരണം അവർക്ക് തന്നെ പാലിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ നിയമങ്ങൾ അവർക്ക് ലഭിച്ചു. അങ്ങനെ അവരുടെ ശരീഅത്ത് വളരെ ബുദ്ധിമുട്ടായി, അവർക്ക് തന്നെ വഹിക്കാൻ കഴിയാത്തത്ര ഭാരമുള്ള നിയമങ്ങളായി. അവർ പാലിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ചോദിക്കരുത്. അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കരുത് എന്ന്. സൂറ മായിദയിൽ നമുക്ക് കാണാൻ കഴിയും, യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അഷിയാ, നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കരുത്. ഇൻ തുബ്ദലക്കും, നിങ്ങൾക്കത് വെളിവാക്കി തന്നാൽ, തസൂക്കും, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. വൈൻ തസ്അലു അൻഹ ഹീന യുനസ്സലുൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, തുബ്ദലക്കും, നിങ്ങൾക്കത് വിശദീകരിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണ്ട. വിശദീകരിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മേൽ ബൈൻഡിങ് ആയി, നിങ്ങളത് ചെയ്തേ പറ്റൂ. അഫല്ലാഹു അൻഹ, അള്ളാഹു അതൊക്കെ വിട്ടു തന്നതാണ്. വല്ലാഹു ഗഫൂറുൻ ഹലീം, അവൻ ഗഫൂറാണ്, പൊറുക്കുന്നവനാണ്, ഹലീമാണ്, ദയുള്ളവനാണ്, സോഫ്റ്റാണ്. നിങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്താൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കരുത് എന്നും സൂറ ബഖറയിൽ നമ്മളോട് പറയുന്നു, അം തുരീദൂനാൻ തസ്അലു റസൂലക്കും, നിങ്ങൾ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കാൻ നോക്കുകയാണോ, അഥവാ ഉദ്ദേശിക്കുകയാണോ, കമാസു ഇല മൂസാ മിൻ ഖബ്ലു, മുമ്പ് മൂസ ചോദിക്കപ്പെട്ടതുപോലെ. വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാനി ഫഖദ് ളല്ല സവാ സബീൽ, ആരെങ്കിലും ഈമാന് പകരമായിട്ട് കുഫ്റിനെ മാറ്റിയെടുത്താൽ അവൻ നേരായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി, തീർച്ചയായിട്ടും അവൻ വ്യതിചലിച്ചു. പ്രവാചകന്മാരോട് അങ്ങനെ വർദ്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള നിയമങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റിക്ക് ബൈൻഡിങ് ആയിട്ട് മാറി, അതവർ ചെയ്തേ മതിയാകും. അതുകൊണ്ട് പ്രവാചകനോട് നിങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞു. ഖുർആൻ ഇറങ്ങുന്ന ഇടയ്ക്ക് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അള്ളാഹു വിശദീകരിച്ചു തരും. അതുകൊണ്ട് സ്വഹാബാക്കൾ ചോദിച്ചിരുന്നില്ല. അവർ വളരെ കെയർഫുള്ളായിരുന്നു പ്രവാചകനോട് ചോദിക്കുന്ന വിഷയത്തിൽ. അവരോടെന്താണോ കൽപ്പിച്ചത് അവരത് മാത്രം ചെയ്തു. ബനൂ ഇസ്രായേലിൻ്റെ ഈ നയവും അവരുടെ നിലപാടും അവരുടെ ആറ്റിറ്റ്യൂഡും അള്ളാഹു പറഞ്ഞു കൊടുത്തതൊക്കെ സ്വഹാബികൾ പാഠമാക്കിയെടുത്തു. അതൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ പാഠമാക്കി. ഇങ്ങനെയാണ് മുൻകഴിഞ്ഞ കൗമ് നമുക്ക് പാഠമാകുന്നത്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള, വഹിക്കാൻ കഴിയാത്ത ഭാരം അള്ളാഹു അവരെ ചുമത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഈ സൂറയിൽ ഒരുപാട് കാണാൻ കഴിയും. അത്തരത്തിലുള്ള പല ഭാരങ്ങളും അള്ളാഹു നമുക്ക് നമ്മുടെ മേലെ ചുമത്താതെ അവരുടെ ഭാരങ്ങളൊക്കെ നമുക്ക് എടുത്ത് ഇറക്കി വെച്ച് തരുന്നത് കാണാൻ കഴിയും. തഹ്ഫീഫ് കാണാൻ കഴിയും. പലതിലുമുള്ള തഹ്ഫീഫ് ഈ സൂറയിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഒടുവിലായിട്ട് വിശ്വാസികളുടെ പ്രാർത്ഥനയും അതാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി എന്ന് തുടങ്ങുന്ന ദുആയിൽ നമ്മൾ പറയുന്നതും മുൻകഴിഞ്ഞ കൗമിന് നീ നൽകിയ ഭാരം, നീ അവരെ വഹിപ്പിച്ച ഭാരം ഞങ്ങളെ വഹിപ്പിക്കല്ലേ എന്നാണ്. ആ ഭാരം വഹിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ സ്വയം ആ ഭാരം നമുക്ക് കൈവരുത്താതിരിക്കാൻ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന പാഠവും ഇതിൽ അള്ളാഹു നൽകുന്നുണ്ട്. സ്വഹാബികൾ ഈ പാഠം ഉൾക്കൊണ്ടവരാണ്. അതുകൊണ്ട് സ്വഹാബികളെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഖാല മാ റഅയ്തു ഖൗമൻ കാനു ഖൈറൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിനേക്കാൾ ബെറ്ററായ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു കൗമിനെയും കണ്ടിട്ടില്ല. ഇദ്ദേഹം ഒരു ജൂനിയർ സ്വഹാബിയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ സീനിയേഴ്സായിട്ടുള്ള സ്വഹാബികളൊക്കെ, ഞാൻ കണ്ടവരൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകളാണ്. അവരുടെ പ്രത്യേകതയാണ് മാ സഅലുഹു ഇല്ലാ അൻ സലാസ അശറത്തി മസ്അല, 13 പ്രശ്നങ്ങളെക്കുറിച്ചേ പ്രവാചകനോട് അവർ ചോദിച്ചിട്ടുള്ളൂ. ഹത്താ ഖുബില, പ്രവാചകൻ മരിക്കുന്നത് വരെ വെറുതെ എന്തെങ്കിലും ഒന്നും അവർ ചോദിച്ചിരുന്നില്ല. കുല്ലുഹുന്ന ഫിൽ ഖുർആൻ, എല്ലാം ഖുർആനിലുണ്ട് താനും. മിൻഹുന്ന യസ്അലൂനക അനി ഷഹരിൽ ഹറാം ഖിതാലും ഫീഹി, വിലക്കപ്പെട്ട പവിത്രമായ മാസത്തിൽ, പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളുണ്ടല്ലോ, അതിലുള്ള യുദ്ധത്തെക്കുറിച്ച് അവർ ചോദിച്ചതാണ്, അത് ഖുർആൻ പറഞ്ഞു. അതുപോലെ യസ്അലൂനക അനിൽ മഹീൽ, ആർത്തവക്കാരികളെക്കുറിച്ച് അവർ ചോദിച്ചു, അതും ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഖാല മാ കാനു യസ്അലൂന ഇല്ല അമ്മ യൻഫഅഹും,
അവർക്ക് ബെനിഫിറ്റുള്ള കാര്യം മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. അവർക്ക് ആവശ്യമുള്ള കാര്യം മാത്രം. അവർക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് അവർ വെറുതെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ല. ഇതേ സംഭവം തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു താബീങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാ തസ്അൽ അമ്മാ ലം യക്കുൻ, സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കരുത്, അല്ലെങ്കിൽ അസംഭവ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കരുത്. ഫൈന്നി സമയത്ത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യൽഅനു മൻ സഅല അമ്മാ ലം യക്കുൻ, ഞാൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹം ശപിക്കുന്നത് കേട്ടിട്ടുണ്ട്. മൻ സഅല അമ്മാ ലം യക്കുൻ, സംഭവിച്ചിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്. വെറുതെ അത്തരത്തിലുള്ള ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വെറുതെയുള്ള ചോദ്യങ്ങൾ അങ്ങനെ നിങ്ങൾ ചോദിക്കരുത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അവരുടെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൂസാ അലൈഹി സ്വലാമിനോട് ഖൗം ഇത്തരത്തിൽ ചോദിച്ചതുകൊണ്ടാണ് അവർക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ നിയമങ്ങൾ നൽകിയത്. ഏത് നിറമാണ്, നിറം പറഞ്ഞു കൊടുത്തു. ഏത് ടൈപ്പിലുള്ള പശുവാണ് ഒക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പശുവിലെത്തി. അതിനെ അവരറുത്തു. ദബഹൂഹ ഒമാക്കാതു യഫ്അലൂൻ, അവരറക്കുന്നവരായിരുന്നില്ല, അവർക്ക് തീരെ വില്ലിങ്നെസ് ഉണ്ടായിരുന്നില്ല, അവരറക്കേണ്ടി വന്നു. അതാണ് അവരുടെ അവസ്ഥ. അവരുടെ ശരീഅത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അവർക്ക് തന്നെ വഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ നിയമങ്ങളാണ് എല്ലാ വിഷയത്തിലും. ഈ സംഭവം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, വൈദ് ഖതൽതുൻ നഫ്സൻ ഫദ്ദാറതും ഫിയ, നിങ്ങളൊരു നഫ്സിനെ കൊന്ന സന്ദർഭവും ഓർക്കുക. അതും ശ്രദ്ധേയമായൊരു സന്ദർഭമാണ്. എന്നിട്ടോ ഫദ്ദാറതും ഫിഹ, നിങ്ങളതിൽ പരസ്പരം ഭിന്നിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിനാണത് പറയുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി, നിങ്ങളുടെ ഇടയിൽ ഇഖ്തിലാഫ് ഉണ്ടായി. എന്നിട്ട് അള്ളാഹു പറയുന്നു വല്ലാഹു, അവിടെ ആ വാവെന്ന് പറയുന്ന ഹാലിൻ്റെ വാവാണ്, അതായത് ഒരു ഹൈഫൺ ഇട്ട് പറയും പോലെയാണ്. അള്ളാഹു ആണെങ്കിൽ പുറത്തു കൊണ്ടുവരുന്നവനുമാണ്. മാക്കുന്തും തക്തുമൂൻ, നിങ്ങളെന്താണോ ഒളിപ്പിച്ചു വെക്കുന്നത് അതൊക്കെ പുറത്തു കൊണ്ടുവരുന്നവനാണ് അള്ളാഹു. എന്നിട്ട് തുടരുകയാണ് ഫഖുൽ നളിരിബൂഹു ബിബഅലിഹ, അതായത് വൈദ് ഖതൽതുൻ നഫ്സൻ ഫദ്ദാറതും ഫിയ, നിങ്ങളൊരു നഫ്സിനെ കൊല്ലുകയും നിങ്ങൾ ഭിന്നിക്കുകയും ചെയ്തപ്പോൾ ഫഖുൽ നളിരിബൂഹു ബിബഅലിഹ, നാം പറഞ്ഞു ഇളിരിബൂഹു, അതിനെ നിങ്ങൾ അടിക്കൂ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യൂ, ബിബഅലിഹ, അതിൻ്റെ ചിലതിനാൽ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. എന്നിട്ട് അള്ളാഹു പറയുന്നു കദാലിക യുഹ്യില്ലാഹുൽ മൗത, അങ്ങനെയാണ് നിർജീവമായതിനെ അല്ലെങ്കിൽ ഡെഡായതിനെ അള്ളാഹു ജീവിപ്പിക്കുന്നത്. വയുരീക്കും ആയാത്തി, അവൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ അഖിലുള്ള ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകളായി മാറിയേക്കാം എന്നതുകൊണ്ട്. ഇവിടെ പറഞ്ഞ സംഭവം ഒരു നഫ്സിനെ കൊല്ലുകയും നിങ്ങളതിൽ ഭിന്നിക്കുകയും ചെയ്തു. അള്ളാഹു ആണെങ്കിലോ പുറത്തു കൊണ്ടുവരുന്നവനാണ് താനും നിങ്ങൾ മറച്ചു വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ ഫഖുൽ നളിരിബൂഹു ബിബഅലിഹ എന്ന് പറഞ്ഞൊരു ഫ്രേസ് വ്യാഖ്യാനിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഫ്രേസാണ്. അതുകൊണ്ട് തന്നെ ഒരു ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ ഒന്നും സപ്പോർട്ടില്ലാതെ, തൗറാത്തിലും ഇതിൻ്റെ യാതൊരു റെഫറൻസും ഇല്ലാതെ നേരത്തെ പറഞ്ഞ കഥയുടെ കണ്ടിന്യൂഷനാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചവരുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഹദീസുകളോ തൗറാത്തിൻ്റെ പിൻബലമോ ഖുർആനിൻ്റെ പിൻബലമോ ഒന്നും ഇല്ലതാനും. അഥവാ നേരത്തെ പറഞ്ഞ പശുവിൻ്റെ സംഭവത്തിൽ പശുവിനെ അറുത്തു, ആ പശുവിനെ കൊണ്ട് അടിക്കാനാണ് പറഞ്ഞത്. ലറബ ലിറ്ററലി തന്നെ അടിക്കലാണ്. അപ്പോൾ ലിരിബൂഹു എന്ന് പറഞ്ഞത് നിങ്ങൾ അടിക്കൂ, ഹു അവനെ അടിക്കൂ, ബിബഅലിഹ അതിൻ്റെ ചിലത് കൊണ്ട്. അവിടെ ഹു എന്ന് പറയുന്നത് അവനാണ്, കൊല്ലപ്പെട്ടതൊരു മനുഷ്യനാണ്, ഒരു പുരുഷനാണ് എന്നതാണ് ആ വ്യാഖ്യാനം. നഫ്സാണെങ്കിൽ നഫ്സ് സ്ത്രീലിംഗമാണ്, ലിരിബൂഹ എന്നാണ് പറയേണ്ടത്. ആ നഫ്സിനെ അടിക്കൂ, കൊല്ലപ്പെട്ട ശരീരത്തെ അടിക്കൂ. പക്ഷേ അതൊരു ആണാണ്, വ്യക്തിയാണ്. ആ വ്യക്തിയെ, ആണിനെ ഉദ്ദേശിച്ചിട്ട് അവനെ അടിക്കൂ എന്ന് പറഞ്ഞതാണ്. ബിബഅലിഹ എന്ന് പറഞ്ഞത് പശുവിൻ്റെ ചില ഭാഗം കൊണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ കദാലിക യുഹ്യില്ലാഹുൽ മൗത, അപ്പോൾ അങ്ങനെയാണ് അള്ളാഹു നിർജീവമായതിനെ ജീവിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത്. ഡെഡായ മനുഷ്യൻ അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരും. അങ്ങനെ വന്നു, അദ്ദേഹത്തിൻ്റെ ഘാതകനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അള്ളാഹു അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന സംഗതി അള്ളാഹു പുറത്തു കൊണ്ടുവന്നു എന്ന രീതിയിൽ ഇതൊറ്റ എപ്പിസോഡായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് എന്ന് തുടങ്ങിയത് പുതിയൊരു എപ്പിസോഡ് പോലെയാണ് തോന്നിപ്പിക്കുന്നത്. നിങ്ങളൊരു നഫ്സിനെ കൊന്ന സന്ദർഭവും ശ്രദ്ധേയമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളതിൽ ഭിന്നിച്ചു. ഏതോ ഒരു പ്രമുഖ വ്യക്തിയെ കൊല്ലുകയും പരസ്പരം തർക്കിക്കുകയും ചെയ്ത ഏതോ ഒരു വിഷയത്തെ സൂചിപ്പിക്കുന്നത് പോലെയുണ്ട്. നിങ്ങളാണെങ്കിൽ മറച്ചു വെച്ചു, പക്ഷേ അള്ളാഹു ആണെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുന്നവനാണ്. കൊണ്ടുവന്നു എന്നും പറയുന്നില്ല, കൊണ്ടുവരുന്നവനാണ്.
വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫഖുൽ നളിരിബൂഹു ബിബഅലിഹ എന്ന് പറഞ്ഞു. അതിനെ അവരോട് സത്യം ചെയ്യിച്ച സംഗതിയാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. ഇത്തരത്തിൽ പശുവിനെ അറുത്തുകൊണ്ട് സത്യം ചെയ്യാൻ തൗറാത്തിൽ പറഞ്ഞല്ലോ, അത്തരത്തിലൊരു സത്യം ചെയ്യിക്കൽ നടന്നതാണ്. ആ സത്യം ചെയ്യിക്കാനുള്ള പശുവിനെ അറക്കാനും എന്നിട്ട് ആ പശുവിൻ്റെ മേൽ കൈ കഴുകാനുമുള്ള സംഗതി പറഞ്ഞതാണ് എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. നമുക്ക് അമീൻ ഹസൻ ഇസ്ലാഹി റഹ്മഉല്ല അങ്ങനെ ഒരു വ്യാഖ്യാനം പറയുന്നത് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെയല്ല. ലിരിബൂഹു എന്ന് പറഞ്ഞാൽ ലറബ അപ്ലൈ ചെയ്യലാണ്. ലിരിബൂഹു അപ്ലൈ ചെയ്യൂ, ഇമ്പോസ് ചെയ്യൂ. ലുരിബത്ത് അലൈഹിമു ദില്ല, അവരുടെ മേൽ നിന്ദ്യതയെ ഇമ്പോസ് ചെയ്തു. അല്ലെങ്കിൽ ലറബല്ലാഹു മസല, അള്ളാഹു ഒരു ഉദാഹരണത്തെ വെക്കുന്നു, ഒരു ഉദാഹരണത്തെ ഉദാഹരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ലറബയുടെ ലിരിബൂഹു എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ ഉദാഹരിക്കൂ ബിബാലിഹ. എങ്ങനെയാണ് മുമ്പ് കുറേ സംഭവം ഇതുപോലെ ഉണ്ടായല്ലോ. അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ ചില നിയമങ്ങളുണ്ടായി, അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ നൽകി. അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ നടപടിയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ഒരു വ്യാഖ്യാനം. മുഹമ്മദ് അസദൊക്കെ അങ്ങനത്തെ ഒരു വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫഖുൽന എന്ന് പറഞ്ഞത് നാം പറഞ്ഞു എന്ന് പറഞ്ഞത് നേരത്തെ ഖിറദത്തൻ ഹാസീൻ എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞല്ലോ നാം പറഞ്ഞു എന്ന്, ഫഖുൽന എന്ന്. അപ്പോൾ നാം അവരോട് പറഞ്ഞതല്ലല്ലോ, അവരാക്കിയതല്ലേ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതും അവരെ ഇത്തരത്തിൽ നേരത്തെ ഇങ്ങനത്തെ നിലപാട് കൈകൊണ്ടപ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കൊല്ലുകയും അവരെക്കാര്യത്തിൽ പരസ്പരം പഴിചാരുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായി, ഒരു സംഭവം ഉണ്ടായപ്പോൾ അവർക്ക് ഇതേപോലെയുള്ള ഒരു ശിക്ഷ പിടികൂടിയതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് ആ വ്യാഖ്യാനം. അപ്പോൾ കദാലിക യുഹ്യില്ലാഹുൽ മൗത വയുരീകും ആയാതിഹി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശിക്ഷ പിടികൂടുകയും അവർ പിന്നെ നിർജീവാവസ്ഥയിൽ നിന്ന് ജീവൻ വെക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് നമുക്കത്തരം ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ മനസ്സിലായതാണ്. അവർ സീനായി പർവ്വതത്തിൽ തീ കണ്ടതും അവർ മരിച്ചു എന്നിട്ട് നാം ജീവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിടത്തിൽ നമ്മൾ പറഞ്ഞു അത് ഹക്കീക്കിയായ അർത്ഥത്തിലും ആലങ്കാരികമായ അർത്ഥത്തിലും വ്യാഖ്യാനിച്ചവരുണ്ട്. അതുപോലെ നിർജീവമായ അവസ്ഥയിൽ നിന്ന് അപ്രകാരമാണ് അള്ളാഹു ജീവിപ്പിക്കുന്നത് എന്നും അവൻ്റെ ആയത്തുകളെ കാണിച്ചു തരുന്നത് എന്നുമാണ് ഇവിടെ പറഞ്ഞത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ അക്കലുള്ളവരാകാൻ വേണ്ടി. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ വ്യാഖ്യാനം കാണാൻ കഴിയും. പക്ഷേ അള്ളാഹു അതിനെ തുടർന്ന് പറയുന്നു, സുമ്മ ഖസത്ത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം അതിനുശേഷം കടുത്തുപോയി, മിംബഅദി ദാലിക, അതിനുശേഷം. അപ്പോൾ എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ഒന്നുകിൽ ഒരു വ്യക്തിയെ കൊന്നു, ഇതുപോലെ പശുവിനെ അറുത്തു, സത്യം ചെയ്യിച്ചു, അങ്ങനെ. അല്ലെങ്കിൽ ഒരു വ്യക്തി കൊല്ലപ്പെട്ടപ്പോൾ പശുവിനെ അറുത്ത് അതിനെ കൊണ്ട് അടിക്കാൻ പറഞ്ഞു, അങ്ങനെ. അല്ലെങ്കിൽ ഇതുപോലെ പശുവിൻ്റെ എപ്പിസോഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുതിയ സംഭവം. പശുവിനെ അറക്കാൻ അവരോട് പറഞ്ഞു, അവരിങ്ങനെയൊക്കെ ചെയ്തു. അവസാനം അവർ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അവർ അറുത്തു. അതവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു. അതിനുശേഷം പിന്നെ പുതിയൊരു സംഭവം പറയുന്നു, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നിങ്ങൾ കൊന്നു, അതിൽ പരസ്പരം പഴിചാരി. അള്ളാഹു ആണെങ്കിലോ നിങ്ങൾ മറച്ചു വെക്കുന്നതൊക്കെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. അള്ളാഹു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേലൊരു സംഗതി ഇമ്പോസ് ചെയ്തു. എങ്ങനെയാണോ മുമ്പൊക്കെ നടന്നത് അതേ ഒരു പ്രിൻസിപ്പിൾ തന്നെ, അതേ ഒരു നിലപാട് തന്നെ, അതേ നടപടിക്രമം തന്നെ ഉണ്ടായി. അങ്ങനെ നിർജീവമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ അവൻ ജീവിപ്പിച്ചു. അവൻ്റെ ആയത്തുകൾ അവൻ അങ്ങനെയാണ് കാണിച്ചു തരുന്നത്, നിങ്ങൾ അക്കിലുള്ളവരാകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷവും സുമ്മ ഖസത്ത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക്, അതിന് ശേഷവും നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി എന്നാണ് പിന്നെ പറയുന്നത്. ഏതുപോലെ കടുത്തു? ഫയ്യക്കൽ ഹിജാറ, കല്ലുപോലെ കടുത്തുപോയി, പാറ പോലെ കടുത്തുപോയി. ഔ അഷദ്ദു ഖസ്വ, അല്ലെങ്കിൽ അതിനേക്കാൾ കടുപ്പമുള്ളതായിപ്പോയി, പാറയേക്കാൾ കടുപ്പമുള്ളതായി നിങ്ങളുടെ ഹൃദയം മാറിപ്പോയി. പാറകളിലാണെങ്കിലോ വൈന്ന മിനൽ ഹിജാറത്തി, പാറകളിൽ ലമാ യതഫജ്ജറു മിന്നുൽ അൻഹാർ, ചിലപ്പോൾ നെഹ്ർ, അരുവികൾ അല്ലെങ്കിൽ പുഴകൾ പൊട്ടി പുറപ്പെടും. ചില പാറകൾ പൊട്ടിയിട്ട് അതിൽ നിന്ന് അരുവികൾ പുറപ്പെടും, അതിൽ നിന്ന് നദികളൊഴുകും. പക്ഷേ ചില പാറകളിൽ നിന്ന് വൈന്ന മിന്നാലമാ യശക്കു, പിളരുകയും ഫയഖ്റുജു മിൻഹുൽ മാ, വെള്ളം പുറത്തേക്ക് വരികയും ചെയ്യും. ചില പാറകൾ വളരെ ഗംഭീരമായിട്ട് അതിൽ നിന്ന് ഉറവയുണ്ടായി, അതിൽ നിന്ന് നദികൾ തന്നെ ഉത്ഭവിക്കും. ചില പാറകൾ പൊട്ടിയിട്ട് അതിൽ നിന്ന് ചെറുതായിട്ട് അരുവികളുണ്ടാകും, ചെറുതായിട്ട് വെള്ളം വരും. എന്നാൽ വൈന്ന മിൻഹ, ചില പാറകളോ ലമാ യഹ്ബിത്തു മിൻ ഖശ്യത്തില്ല, അള്ളാഹുവിൻ്റെ ഭയത്താൽ അത് ഉരുണ്ട് വീഴും. ഇങ്ങനെയൊക്കെ പാറകളുമുണ്ട്. നിങ്ങളൊക്കെ ഒരുപോലെയല്ല, നിങ്ങളെ ഹൃദയമൊക്കെ കടുത്തു പോയിട്ടുണ്ട്. പക്ഷെ അതിൽ ഇങ്ങനെയൊക്കെ ആളുകളുമുണ്ട്. അള്ളാഹു പറയുന്നു, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അള്ളാഹു ഗാഫിലല്ല.
നിങ്ങളിൽ വളരെ നല്ല മനുഷ്യന്മാരുണ്ട് എന്നത് അള്ളാഹു ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. ലൈസു സവാ, അവരൊക്കെ ഒരുപോലെയല്ല. ഖുർആൻ പറയുന്നുണ്ട്, അവരെക്കുറിച്ച് പറയുന്നുണ്ട് അവരൊക്കെ ഒരുപോലെയല്ല. അവരിൽ രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരുണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പം അള്ളാഹു പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അവൻ ഗാഫിലല്ല, അവൻ അശ്രദ്ധാലുവല്ല, അവനിതൊക്കെ അറിയാം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി, നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. എന്നിട്ട് വിശ്വാസികളോട് പറയുകയാണ്, ഇവരുടെ ഈ സംഭവമൊക്കെ പറഞ്ഞിട്ട്, അഫതത്മഊനാൻ യുഅ്മിനൂ ലക്കും, നിങ്ങൾ വിചാരിക്കുകയാണോ അവർ നിങ്ങളോട് നിങ്ങൾ ഈമാനുള്ളവരായിരിക്കുമെന്ന്? വഖദ് കാന ഫരീഖും മിന്നും യസ്മഊന കലാമല്ലാഹ്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അള്ളാഹുവിൻ്റെ തൗറാത്തിലെ വചനങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുകയും സുമ്മ യുഹരിഫൂനഹു, പിന്നെ അതിനെ ദുർവ്യാഖ്യാനം നടത്തുകയും ഇല്ലാത്തതൊക്കെ അതിൽ കൂട്ടിപ്പറയുകയൊക്കെ ചെയ്യുന്ന ആൾ അവരിലുണ്ടായിരിക്കെ, ഒരു കൂട്ടം ആളുകൾ അവരിൽ അങ്ങനെ ആയിരിക്കെ, മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും അവരങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ നിങ്ങളെ കൂടെ കൂടുമെന്ന്? വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, വിശ്വാസികളെ കണ്ടാൽ അവർ പറയും ഞങ്ങൾക്കും വിശ്വാസമുണ്ട്. വൈദാ ഖലാ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ, അവരുടെ ഇടയിൽ തന്നെ ആകുമ്പോഴോ അവർ തിരിച്ചു പറയും ഖാലു, അവർ ചോദിക്കും അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്നൊക്കെ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ലിയുഹാജുക്കും ബിഹി ഇൻദ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെക്കുറിച്ച് അവർ നിങ്ങളോട് തന്നെ തർക്കിക്കാൻ കാരണമാകും വിധം നിങ്ങളുടെ റബ്ബിനെക്കുറിച്ച് അവർ നിങ്ങളോട് തന്നെ തർക്കിക്കും. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് തർക്കിക്കില്ലേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അഫലാ താക്കിലൂൻ, നിങ്ങൾക്കെന്താ ബുദ്ധിയില്ലേ എന്ന് അവരുടെ നേതാക്കൾ അവരുടെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ വെറുതെ നിങ്ങളുടെ കയ്യിലുള്ള അധ്യാപനങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അതൊക്കെ വെച്ച് നിങ്ങളോട് തന്നെ അവർ തർക്കിക്കും. അതുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടാൻ പോകണ്ട, അവരെ കൂടെ കൂടാൻ നിൽക്കണ്ട എന്ന് അവരുടെ നേതാക്കൾ അവരെ ഉപദേശിക്കും. അള്ളാഹു പറയുന്നു, അവലാ യഅലമൂന, അവരറിയൂലേ, അന്നല്ലാഹ യഅലമു മാ യുസിറൂൻ, അവരൊളിപ്പിച്ചു വെക്കുന്നൊക്കെ അള്ളാഹുവിനറിയാം. വമാ യുഅ്ലിനൂൻ, അവർ പരസ്യമാക്കുന്നതും അള്ളാഹുവിനറിയാം എന്ന കാര്യം എന്താ അവർക്കറിയില്ലേ എന്ന് പറയുകയാണ്. അവരുടെ അവസ്ഥ പറയുകയാണ്. വിശ്വാസികളെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കും വിശ്വാസമുണ്ട്. അങ്ങനെയായിരുന്നു പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് അവരിങ്ങനെയാണ്, അവരുടെ അടുക്കലുള്ളതൊക്കെ അവർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, പക്ഷെ അവരൊളിപ്പിച്ചു വെക്കുന്നതൊക്കെ അള്ളാഹുവിനറിയാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.